ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്പേസ് ഓഫ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. എന്താണ് സ്പേസ് ഓഫ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ എന്നുള്ളതാണ്. അതായത് കളക്ഷൻ ഓഫ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. ഓക്കെ, അതിലാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഒരു ലീനിയർ ഓപ്പറേറ്റർ എപ്പോഴാണ് കോമ്പാക്റ്റ് ആവുക എന്നുള്ളത്, കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആവുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തായിരിക്കണം? ഏതൊരു ബൗണ്ടഡ് സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിലും ഫോർ എവറി ബൗണ്ടഡ് സീക്വൻസ്, ഏതൊരു ബൗണ്ടഡ് സീക്വൻസ് എക്സ് എൻ എടുത്തിട്ടുണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം, ബൗണ്ടഡ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജിലെ എ എക്സ് എൻ ഹാസ് എ കോച്ചി സബ് സീക്വൻസ്. എ എക്സ് എൻ എന്തായിരിക്കും? ഒരു കോച്ചി സബ് സീക്വൻസ് ആണുള്ളത്. ഓക്കെ, ഇതിന് വേറൊരു കണ്ടീഷൻ ഞാൻ ചോദിക്കട്ടെ. എ എന്ന് പറയുന്നത് ഒരു ലീനിയർ ബൗണ്ടഡ് ഓപ്പറേറ്ററാണ്. അപ്പോൾ ഒരു സീക്വൻസ് ബൗണ്ടഡ് സീക്വൻസിന് എക്സ് എൻ എടുക്കുമ്പം എ എക്സ് എൻ വൈയിലുള്ള ടേമാണ്. അങ്ങനെ ആകുമ്പം ഈ എ എക്സ് എൻ എന്തായിരിക്കും? ബൗണ്ടഡ് സീക്വൻസ് ആയിരിക്കും അല്ലേ? എ എക്സ് എൻ എന്തായിരിക്കും? ബൗണ്ടഡ് സീക്വൻസ് ആയിരിക്കും. ഓക്കെ, ബൗണ്ടഡ് സീക്വൻസ് ആയിരിക്കും. ഈ എ എക്സ് എൻ ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വീയർസ്ട്രാസ് തിയറം, ബോൾസാനോ-വീയർസ്ട്രാസ് അല്ലേ? ബോൾസാനോ-വീയർസ്ട്രാസ് തിയറം പ്രകാരം എ ബൗണ്ടഡ് സീക്വൻസ് ആസ് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ് എന്ന് പറയും അല്ലേ? പറഞ്ഞൂടെ? അപ്പം അല്ലേ അത് പറയാം. അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പം അപ്പോൾ വേറൊരു സംഭവം കിട്ടി. അതായത് നമ്മൾ ഈ കൺസെപ്റ്റ്സിൽ നിന്നും മറ്റൊരു കൺസെപ്റ്റ്സ് കൂടി ഇതിൽ പറയാൻ പറ്റും. അപ്പം ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിനായിട്ടുള്ള ഈക്വാലൻ്റ് കണ്ടീഷൻസ് ആണ്. ഈക്വാലൻ്റ് ആണ്. ഓക്കെ, ഈക്വാലൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ടി അല്ല, ഈക്വാലൻ്റ്. ഓക്കെ, ബൗണ്ടഡ് സീക്വൻസ് ആണ് എങ്കിൽ അപ്പം എ എക്സ് എന്നും ബൗണ്ടഡ് ആണ്. എന്തുകൊണ്ട് വെച്ചാൽ ബൗണ്ടഡ് ഓപ്പറേറ്റർ ആണ് എ. അപ്പോൾ എ എക്സ് എൻ ബൗണ്ടഡ് ആണ് എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ബോൾസാനോ-വീയർസ്ട്രാസ് തിയറം അപ്ലൈ ചെയ്യാം. ഒരു മെട്രിക് സ്പേസ് നോംഡ് സ്പേസ് ആണ്. അപ്പം നോംഡ് സ്പേസ് ആയിരിക്കും. എക്സും വൈയും നോംഡ് സ്പേസ് ആണ്. അപ്പോൾ വൈ എന്താണ്? നോംഡ് സ്പേസ് ആണ്. നോമാണ്. നോം മെട്രിക് ഇൻഡ്യൂസ് ചെയ്യും. അപ്പം ആ കേസ് പ്രകാരമാണ് എങ്കിൽ എ എക്സ് എൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് സീക്വൻസ് ആണ്. ബൗണ്ടഡ് സീക്വൻസിൻ്റെ കേസ് ബൗണ്ടഡ് ആണ് എങ്കിൽ അതിനൊരു കൺവേർജൻ സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് എ എക്സ് എൻ കെ അല്ലെങ്കിൽ എ എക്സ് എൻ ഐ ദാറ്റ് കൺവേർജസ് ടു സം എ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിലേക്ക് കൺവേർജ് ചെയ്യും. അങ്ങനെയും എന്തിന് പറയാം? കോമ്പാക്റ്റ് ഓപ്പറേറ്ററിന് പറയാം. ഇത് ഈക്വാലൻ്റ് കണ്ടീഷനാണ്. ഇനി അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ അടുത്തൊരു കണ്ടീഷൻ ഉണ്ട്. ഏതാണ്? കാരണം ഇവിടെ പറയുന്നത് എന്താണ്? ഒരു സീക്വൻസ് എ എക്സ് എൻ ഹാസ് എ കോച്ചി സബ് സീക്വൻസ് എന്നാണ്. ഈ എ എക്സ് എൻ എവിടെ ഉള്ള ആളാണ്? വൈയിലുള്ള കുഞ്ഞാപ്പ് ആണ് എക്സ് എൻ. അങ്ങനെ വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അടുത്തത് നമുക്ക് പറയാൻ പറ്റും ഏതൊരു ഇല്ലേ ഇമേജ് ഓഫ് എനി യൂണിറ്റ് ബോൾ അല്ലേ? ഇമേജ് ഓഫ്, കാരണം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇവിടെ ഉള്ളൊരു യൂണിറ്റ് ബോൾ എടുത്തു ഡി എക്സ്, ഇവിടെ ഉള്ള യൂണിറ്റ് ബോൾ ഡി എക്സ് എന്നെടുത്തു, യൂണിറ്റ് ബോളിനെ ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡി എക്സിൻ്റെ ഇമേജ് എന്തായിരിക്കും? പ്രീ കോമ്പാക്റ്റ് ആയിരിക്കും എന്ന് പറയാം. കാരണം പ്രീ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സീക്വൻസിനൊക്കെ ഒരു കോച്ചി സീക്വൻസ് ഉണ്ട് എന്ന് പറയാം. അതും ഈക്വാലൻ്റ് കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഈക്വാലൻ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജ് ഓഫ് യൂണിറ്റ് ബോൾ അല്ലേ? യൂണിറ്റ് ബോൾ ഡി എക്സ് ഹാസ് അല്ലെങ്കിൽ ഡി എക്സ് എന്തായിരിക്കും? ഇമേജ് ഓഫ് യൂണിറ്റ് ബോൾ ഡി എക്സ് അല്ലേ? ഡി എക്സ് എന്തായിരിക്കും? പ്രീ കോമ്പാക്റ്റ് അല്ലേ? പ്രീ കോമ്പാക്റ്റ് അല്ലെങ്കിൽ റിലേറ്റീവ്ലി കോമ്പാക്റ്റ്, പ്രീ കോമ്പാക്റ്റ് അങ്ങനെ പറയാം. ഇതും എന്താണ്? ഈക്വാലൻ്റ് കണ്ടീഷനാണ് കേട്ടോ, പ്രീ കോമ്പാക്റ്റ്. അടുത്ത ഇതേ മോഡലിൽ തന്നെ അടുത്തൊരു ഈക്വാലൻ്റ് ആയിട്ട് കണ്ടീഷൻ ഏതൊരു ബൗണ്ടഡ് സെറ്റ്, ഇമേജ് ഓഫ് ബൗണ്ടഡ് സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും എന്തായിരിക്കും? പ്രീ കോമ്പാക്റ്റ് ആയിരിക്കും. ഇമേജ് ഓഫ് ഇതൊക്കെ ബൗണ്ടഡ് സെറ്റ്
ഇമേജ് ഓഫ് ബൗണ്ടഡ് സെറ്റ് ഈസ് പ്രീ കോമ്പാക്റ്റ് ഇൻ വൈ അല്ലേ, വൈയിൽ കേട്ടോ, ഇതും ഇൻ വൈ. ഓക്കെ, ഇത് അപ്പം 3-4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഏതിന് നമുക്ക് കിട്ടും? കോമ്പാക്റ്റ് ഓപ്പറേറ്ററിന് 3-4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഒന്ന് എന്താണ്, കോച്ചി സീക്വൻസ് ഉണ്ടായിരിക്കും, കോച്ചി സബ് സീക്വൻസ് ഉണ്ട് എന്ന് അറിയാം. അടുത്തത് ഈ കോച്ചി സബ് സീക്വൻസ് കൺവേർജൻ്റ് സബ് സീക്വൻസ് ഉണ്ട് എന്ന് പറയാൻ കഴിയുന്നത് ബൗണ്ടഡ് സീക്വൻസ് ആയതുകൊണ്ടാണ്. ഓക്കെ, ബോൾസാനോ വിയസ്ട്രാസ്റ്റിയർ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം കോച്ചി സീക്വൻസ് ഉണ്ട് എന്ന്, സബ് സീക്വൻസ് ഉണ്ട് എന്ന് പറയാം, അതല്ലെങ്കിൽ കൺവേർജിങ് സബ് സീക്വൻസ് ഉണ്ട് എന്ന് പറയാം, അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇമേജ് ഓഫ് യൂണിറ്റ് ബോൾ എന്തായിരിക്കും, പ്രീ കോമ്പാക്റ്റ് ആണെന്ന് പറയാം. അതും അല്ലെങ്കിൽ എന്താണ്, ഇമേജ് ഓഫ് ബൗണ്ടഡ് സെറ്റ് ഈസ് പ്രീ കോമ്പാക്റ്റ്. ഈ കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്രൊപ്പോസിഷനാണ്. 3 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് സെറ്റ് കെ ഓഫ് എക്സ് ടു വൈ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്, സെറ്റ് ഓഫ് ഓൾ കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സ് ഫ്രം എക്സ് ടു വൈ. അങ്ങനെയാണ് എങ്കിൽ സെറ്റ് ഓഫ് ഓൾ കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സ് ഫ്രം എക്സ് ടു വൈ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കെ ഓ എക്സ് ടു വൈ ഈസ് എ ലീനിയർ സബ്സ്പേസ് ഓഫ് എൽ ഓഫ് എക്സ് വൈ. എൽ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ അല്ലേ. അതെന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊരു കംപ്ലീറ്റ് നോം സ്പേസ് ആണ് വിത്ത് നോം അല്ലേ, പ്രിമം നോം. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, അതിൻ്റെ സബ്സ്പേസ് ആണ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ എന്നുള്ളതാണ്. അതിൻ്റെ സബ്സ്പേസ് ആണ് എന്ത്, കോമ്പാക്റ്റ് ഓപ്പറേറ്റർ എന്നുള്ളത്. അതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, 2 ഓപ്പറേറ്റർ, ഈയിലുള്ള 2 ഓപ്പറേറ്റേഴ്സ് എടുത്താൽ മതി പ്രൂഫ്. ഇതിലുള്ള 2 ഓപ്പറേറ്റേഴ്സ് എടുക്കണം. ലെറ്റ് A1, A2 ബിലോങ്സ് ടു കെ ഓഫ് എക്സ് വൈ, അല്ലെങ്കിൽ എക്സ് ടു വൈ എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ് വൈ. ഓക്കെ, കെ ഓഫ് എക്സ് വൈ. കെ ഓഫ് എക്സ് വൈ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, നൗ വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് എന്ത് പ്രൂവ് ചെയ്യണം, A1 പ്ലസ് A2 ബിലോങ്സ് ടു കെ ഓഫ് സബ്സ്പേസ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സബ്സ്പേസ് ആവുന്നതിന് ഇതിലുണ്ട്, A1 പ്ലസ് A2 ബിലോങ്സ് ടു കെ ഓഫ് എക്സ് വൈ എന്നുള്ളതിൽ ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി, പ്രൂവ് ചെയ്താൽ മതി. അതിന് ഇല്ലേ, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഹിയർ നമുക്ക് എന്തറിയാം, ഹിയർ ഫോർ എനി സീക്വൻസ് xn belongs to x, then there is a subsequence name, there is a converging converging, okay, so converging subsequence, okay, subsequence converging subsequence AXNK AXN9 ഇതാട്ടോ, ഞാൻ XN9 ഇൻ എവിടെ AXN9 അല്ലെങ്കിൽ കോച്ചി സീക്വൻസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഓക്കെ, ദാറ്റ് ഈസ് ഫോർ എനി, ദാറ്റ് ഈസ് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 അല്ലേ, ദർ എക്സിസ്റ്റ് എൻ ഗ്രേറ്റർ ദാൻ അല്ലേ
for any epsilon greater than 0 such that ശ്രദ്ധിക്കണേ norm of a1 xni അല്ലേ an xni അല്ലേ a1 xni converges to something എടുക്കായിരിക്കും an xni converging to some a1x ഞാൻ എടുത്തു a1x okay converging to a1x which is less than epsilon by 2 for all I greater than for all I greater than n natural number n ഓക്കെ n അതുപോലെ തന്നെ അടുത്ത കുഞ്ഞാപ്പു a1 a2 of xni is converging to some a2 of x which is less than epsilon by 2 for all I greater than n. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a1 ആൻഡ് a2 ബിലോങ്സ് ടു കോമ്പാക്റ്റ്, അല്ലെങ്കിൽ അതെന്താണ് കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പം നമ്മൾ നേരത്തെ ഈക്വാലൻറ്റ് കണ്ടീഷൻ പ്രകാരം എന്താണ് ഏതൊരു സീക്വൻസ് ബൗണ്ടഡ് സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കൺവേർജൻസ് സബ് സീക്വൻസ് ഉണ്ട്. ഓക്കെ, ഇത് ബൗണ്ടഡ് ആണ് കേട്ടോ, അത് മറന്നുകൊണ്ട. ഇതെന്താണ് ബൗണ്ടഡ് സീക്വൻസ് ആണ് കേട്ടോ. അപ്പം കൺവേർജിങ് ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അങ്ങനെയാണ് എങ്കിൽ ഒരു സബ് സീക്വൻസിലേക്ക്, അതായത് a1 പ്ലസ് a2 അല്ലേ ഓഫ് xn i a1 പ്ലസ് a2 ഓഫ് xn i കൺവേർ ചെയ്യണം എങ്ങോട്ട് എന്നുള്ളത്, അത് ഏറ്റെങ്കിലും ഒന്ന് കൺവേർ ചെയ്യുന്നതെന്ന് പറയണം. ഞാനത് a1 പ്ലസ് a2 ഓഫ് x എന്നെടുത്തു. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീനിയർ ഓപ്പറേറ്ററാണ്. അപ്പം a1 ഓഫ് xni അല്ലേ പ്ലസ് a2 ഓഫ് xni അല്ലേ മൈനസ് a1 ഓഫ് x മൈനസ് a2 ഓഫ് x. ഓക്കെ ആണല്ലോ, ഇത് ഈ മൈനസ് രണ്ടിനും അപ്ലിക്കബിൾ ആണ്. അപ്പം വിച്ച് ഈസ് ഇനി നമുക്കിതെന്ത് ചെയ്യാം? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യാം. a1 ഓഫ് xni ഇവിടെ നോമുണ്ട് അല്ലേ, സോറി ഇവിടെയും നോമുണ്ട്. a1 ഓഫ് xni പ്ലസ് സോറി പ്ലസ് അല്ല, ഇനി ഇവിടെ a1 ആവേണ്ടി മൈനസ് a1 ഓഫ് x അല്ലേ. ഇനി ഇത് ക്ലോസ് ചെയ്ത് പ്ലസ് ഇട്ട് അടുത്തതാണ് a2, അടുത്ത നോ a2 ഓഫ് xni അല്ലേ മൈനസ് a2 ഓഫ് x വിച്ച് ഈസ് നമുക്ക് എന്ത് ചെയ്തു? ഇനി നമുക്ക് വിച്ച് ഈസ് ഇതെന്താണ്? ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? എപ്സിലോൺ ഫോർ ഓൾ I ഗ്രേറ്റർ ദാൻ n. സോ ഇതെന്താണ്? ഇത് കൺവേർജ് ചെയ്യുന്നു എന്ന് കിട്ടി. therefore a1 പ്ലസ് a2 ഈസ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. ഓക്കെ, കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണെന്ന് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ ഹെൻസ് ദി പ്രൂഫ് കഴിഞ്ഞു അല്ലേ. പ്രൂഫ് എന്തായി? കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കുക. അടുത്ത റിസൾട്ട് എന്താണെന്ന് നോക്കുക. ഇഫ് എ എന്ന് പറയുന്നത് എവിടെയാണ്? കെ ഓഫ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഫ്രം എക്സ് ടു വൈ ആണ്. ബി എന്ന് പറയുന്നത് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഫ്രം സെഡ് ടു എക്സ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സെറ്റ് ഉണ്ട്, ഒരു
സ്പേസ് ഉണ്ട്. എന്താണ് ആ സ്പേസിൻ്റെ പ്രത്യേകത? സ്പേസ് എക്സ്, അടുത്ത സ്പേസ് ഉണ്ട് വൈ, അടുത്ത സ്പേസ് ഉണ്ട് എന്ത്? സെഡ്. ഇനി പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് എക്സ് ടു വൈയിലേക്കുള്ള ഓപ്പറേറ്ററാണ്. ഓക്കെ, എ എന്ന് പറയുന്നത് ഇത് എ ആണ്. അടുത്തത് ബി എന്ന് പറയുന്നത് സെഡ് ടു എക്സ് ആണ്. അതായത് ബി എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള ഓപ്പറേറ്ററാണ്, ബൗണ്ടർ ലീനിയർ ഓപ്പറേറ്ററാണ്. മറ്റേത് കോമ്പാക്റ്റ് ഓപ്പറേറ്ററാണ് എ. ഇനി സി എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ ഓപ്പറേറ്റർ ഫ്രം വൈ ടു സെഡ്, അതായത് ബൗണ്ടർ ലീനിയർ ഓപ്പറേറ്റർ ഫ്രം വൈ ടു സെഡ്. ഓക്കെ, ഇങ്ങനെയാണ് കഥ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. അങ്ങനെയാണ് എങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്താണ് എന്ന് പ്രൂവ് ചെയ്യണം. കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഫ്രം സെഡ് ടു വൈ ആണ് പ്രൂവ് ചെയ്യണം. എ ബി എന്ന് പറഞ്ഞാൽ എ കോമ്പോസിഷൻ ബി. അടുത്തത് സി കോമ്പോസിഷൻ എ. സി എ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ഓപ്പറേറ്ററാണ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഫ്രം എക്സ് ടു സെഡ് ആണ് എന്നും പറയണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, പ്രൂഫ് ചെയ്യാനുള്ളത്. ഇതെന്താണ്? എക്സിൻ്റെ സ്ഥാനത്ത് വൈൻ്റെ സ്ഥാനത്ത് എക്സ് ആയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മീനിങ് ആണ് കെ ഓഫ് എക്സ് എന്നാണ് എഴുതുക. അതായത് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഫ്രം എക്സ് ടു എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യാൻ പറ്റും? ഈ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റാൻ പറ്റും. എക്സ് ടു എക്സ് അല്ലേ, ബൗണ്ടർ ലീനിയർ ഓപ്പറേറ്റർ ഫ്രം എൽ ടു എൽ എന്നും എന്ത് ചെയ്യാൻ പറ്റും? അതിനെ എൽ ഓഫ് എക്സിനെ കൊണ്ടും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അതും ഈ സ്ഥാനത്ത് കൊടുത്തിട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത് ആദ്യത്തിൽ നമുക്ക് പ്രൂഫ് ഉള്ളത് ഏതാണ്? കേസ് ഓഫ് എ ബിൻ്റെ കേസാണ് അല്ലേ. അതിന് കേസ് എ ബിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടുന്ന് എങ്ങോട്ടാണ് എ ബി വരിക നോക്കുക. എ കോമ്പോസിഷൻ ബി ആണ്. അപ്പോൾ ബി വരുന്നത് സെഡിൽ നിന്നും എക്സിലേക്കാണ്. അപ്പം എ ബി വരിക എവിടുന്ന് എങ്ങോട്ടാണ്? എ ബി ഫ്രം വേർ ടു വേർ? സെഡ് ടു വൈ ആണ്. കാരണം എ എവിടെ ഉണ്ടാവുക? വൈയിലാണ് ഉണ്ടാവുക. നോക്കുക, സെഡിൽ നിന്നും എയിലേക്ക്, സെഡിൽ നിന്നും എക്സിലേക്കാണ് ബി. അപ്പോൾ ബി ഇവിടെ എത്തി. പിന്നെ ബിയിൽ നിന്നും എ എന്ന് പറയുമ്പോൾ വൈയിലേക്ക്. അപ്പോൾ എന്താണ്? സെഡ് ടു വൈ ആണ് ഈ ഓപ്പറേറ്റർ ഉണ്ടാവുക. ഇനി നമുക്ക് എടുക്കണം ലെറ്റ് സെഡ് എൻ, സ്മോൾ ലെറ്റർ സെഡ് എൻ ബി എ ബൗണ്ടഡ് സീക്വൻസ്. ബി എ ബൗണ്ടഡ് സീക്വൻസ്. ഇതൊരു ബൗണ്ടഡ് സീക്വൻസ് ആണ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ബി ഓഫ് സെഡ് എന്തായിരിക്കും? ബൗണ്ടഡ് സീക്വൻസ് ആയിരിക്കും. ഈസ് ഓൾസോ ബൗണ്ടഡ് സീക്വൻസ് അല്ലേ, ബൗണ്ടഡ് സീക്വൻസ് ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ബൗണ്ടഡ് സീക്വൻസ് ആയിരിക്കും. ബൗണ്ടഡ് സീക്വൻസ് ആണ് എങ്കിൽ എന്തുകൊണ്ടാണ് ബൗണ്ടഡ് സീക്വൻസ് ആയത്? എന്തുകൊണ്ടാണ്? ബി ഈസ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ അല്ലേ. എന്തുകൊണ്ടാണ്? ബി ഈസ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ. ഓക്കെ, അതുകൊണ്ടാണ്. കാരണം എല്ലാ ഇമേജുകളും ബൗണ്ടഡ് സെറ്റിൻ്റെ ഇമേജൊക്കെ ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ബി ഈസ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ, അതുകൊണ്ടാണ് ബൗണ്ടഡ് ആയത്. അതുകൊണ്ട് സോ എ ഓഫ് ബി എക്സ് എൻ ബി സെഡ് എൻ അല്ലേ ഹാസ് എ convergent subsequence. Because reason that A is compact. Reason എന്താണ്? A എന്താണ്? കോമ്പാക്റ്റ് ആയതുകൊണ്ട്. ഓക്കെ, എന്താണ്? കോമ്പാക്റ്റ് ആയതുകൊണ്ട്. Therefore AB is compact operator.
ഓക്കെ, എ ഈസ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അത് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? കേസ് ഏതാണ്? അടുത്ത കേസ് ഏതാണ്? സി എ ആണ് അല്ലേ? സി എ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നോക്കുക. സി എ എന്ന് പറയുമ്പോൾ സി എവിടെ നിന്നാണ്? സി എ എക്സിൽ നിന്നും വൈയിൽ നിന്നും സെഡിലേക്ക്. അപ്പോൾ എക്സ് ടു സെഡിലേക്കുള്ള കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എക്സിൽ നിന്നും സെഡിലേക്കുള്ള. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ചൂസ് ചെയ്യണം അല്ലേ? അപ്പോൾ നോക്കുക, ലെറ്റ് അല്ലേ, ലെറ്റ് സീക്വൻസ് എക്സ് എൻ ബി എ bounded sequence in X. Okay, sequence in X ബൗണ്ടഡ് സീക്വൻസ് ആണ് എന്നെടുത്തു. അങ്ങനെ ബൗണ്ടഡ് സീക്വൻസ് ആണ് എന്നെടുത്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ എന്താണ്? എ ഈസ് കോമ്പാക്റ്റ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ്? കോമ്പാക്റ്റ് ആണ്. എ ഈസ് കോമ്പാക്റ്റ്. അതിൻ്റെ മീനിങ് എന്താണ്? that is an sequence A of xn has a convergent subsequence. അല്ലേ? has a convergent subsequence. That is a sequence x and k. Okay, has a convergent subsequence. ഇന്തിന് അത് ആവശ്യമില്ലാണ്ട് സീക്വൻസ് എ എക്സ് എൻ ഐ ഇങ്ങനെ എടുത്താൽ ഓക്കെ, കൺവേർജൻറ്റ് സബ്സീക്വൻസ് ഉണ്ട് എന്നർത്ഥം. അങ്ങനെയാണ് എങ്കിൽ, പക്ഷേ ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. സി എന്താണ്? ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ് അല്ലേ? ബട്ട് സി ഈസ് ബൗണ്ടഡ് അല്ലേ? ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ. സി ഈസ് ബൗണ്ടഡ്. ഇതൊക്കെ ബൗണ്ട് കുറച്ച് കൂടി പോണോ? ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ. ഓക്കെ, സി ഈസ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ. അങ്ങനെ സി ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ സി ഈസ് കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് അങ്ങനെ പറയുമ്പോൾ എന്താണ്? സി ഈസ് കണ്ടിന്യൂസ് ഓപ്പറേറ്റർ. ഓക്കെ, എല്ലാ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററും എന്താണ്? കണ്ടിന്യൂസ് ഓപ്പറേറ്ററാണ്. ഓക്കെ, ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ എന്ത് പറയാൻ പറ്റും നമുക്ക്? കാരണം ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണ്. അങ്ങനെയാണ് എങ്കിൽ സീക്വൻസ് എ സി ഓഫ് എ എക്സ് എൻ ഐ എന്തായിരിക്കും? ഓൾസോ കൺവേർജൻ്റ്. also convergent. Therefore അത് കഴിഞ്ഞു. അതുകൊണ്ട് എന്താണ് അത് കഴിഞ്ഞു എന്ന് വെച്ചാൽ അതായത് സി എ ഈസ് കോമ്പാക്റ്റ് ആണെന്ന് കിട്ടി. ഇനി അടുത്ത റിസൾട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് കെ ഓഫ് എക്സ് കോമ വൈ ഈസ് ക്ലോസ്ഡ് സബ്സ്പേസ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ക്ലോസ്ഡ് സബ്സ്പേസ് ആണ് എങ്കിൽ നമുക്കെന്താണ് എൽ ഓഫ് എക്സ് വൈ എന്താണ് പ്രൂവ് ചെയ്യണം? കെ ഓഫ് എക്സ് വൈ എന്താണ് ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എൽ ഓഫ് എക്സ് വൈ ആണ് പ്രൂവ് ചെയ്യണം. ക്ലോസ്ഡ് സബ്സ്പേസ് എന്ന് പറയുമ്പോൾ അവിടെ സുഖമാണ്. എന്താണ് ലെറ്റ് എ എൻ ഇതിലൊരു സീക്വൻസ് ഉണ്ടാക്കണം. ലെറ്റ് എ എൻ ബി എ സീക്വൻസ് ഇൻ
കെ ഓഫ് എക്സ് വൈ, എക്സ് കോമ വൈ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇഫ് അല്ലേ, സപ്പോസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? എ എൻ കൺവേർജസ് ടു എ. നൗ വി വാണ്ട് ടു ഷോ ദാറ്റ്, നമുക്ക് എന്താണ് ഷോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് എ ബിലോങ്സ് ടു കെ ഓഫ് എക്സ് വൈ അല്ലേ. എവരി ലിമിറ്റ്സുകളൊക്കെ എവിടെ ഉണ്ടായിരിക്കണം? ഇതിലുണ്ട് എന്ന് പറയണം. കെ ഓഫ് എക്സ് വൈയിലുണ്ട്, അതായത് എ എവിടെ ഉണ്ടായിരിക്കണം, അതായത് കോമ്പാക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. കോമ്പാക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ഓപ്പൺ ബോളിൻ്റെ ഇമേജ് എന്താണ്? പ്രീ കോമ്പാക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ദാറ്റ് ഈസ് we have to show that a of dx is pre-compact. ഇവിടെ dx എന്താണ്? ഓപ്പൺ ബോൾ. dx is open ball. ഓക്കെ, dx ഓപ്പൺ ബോളാണ്. അങ്ങനെയാണ് എങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഇവിടെ തന്നിട്ടുള്ള സംഭവം വെച്ചിട്ട് ചെയ്യാം. അതായത് സീക്വൻസ് എ എൻ കൺവേർജസ് ടു എ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫോർ എവറി എപ്സിലോൺ അല്ലേ, ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. Okay, there exists a natural number n such that there is a norm of a n minus a which is less than some epsilon by 2, and what endana a n is compact operator. Therefore a n of dx എന്തായിരിക്കും? പ്രീ കോമ്പാക്റ്റ്. ഓക്കെ, അതെന്തായിരിക്കും? പ്രീ കോമ്പാക്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേക്ക് എപ്സിലോൺ നെറ്റ് എടുക്കാൻ പോവുകയാണ്. ടേക്ക് എപ്സിലോൺ ബൈ 2 നെറ്റ് എന്താണെന്ന് അറിയാലോ. ഓക്കെ, നെറ്റ് ദി സീക്വൻസ് വൈ ഐ അല്ലേ, വൈ ഐ ഈക്വൽ ടു 1 to n നാച്ചുറൽ നമ്പർ n ബൈ ഐ എപ്സിലോൺ നെറ്റ് എ എൻ ഓഫ് ഡി എക്സിലത്താണ് ഓഫ് എ എൻ ഓഫ് ഡി എക്സിലത്തെ സെറ്റ് എടുത്തു. അങ്ങനെയാണ് എങ്കിൽ എൻ്റെ ഒരു ചോദ്യം, അങ്ങനെയാണ് എങ്കിൽ ഈ കുഞ്ഞാപ്പ് എവിടെ ഉണ്ടായിരിക്കും? ഈ എപ്സിലോൺ ബൈ 2 നെറ്റ് എവിടെ ഉണ്ടായിരിക്കും? എ ഓഫ് ഡി എക്സിലും ഉണ്ടായിരിക്കും. കാരണം എ എൻ കൺവേ ചെയ്യുന്ന എയിലേക്ക് കൺവേ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഓൾസോ ദി സീക്വൻസ് വൈ ഐ ബിലോങ്സ് ടു എ ഓഫ് ഡി എക്സ്. ഓക്കെ, അങ്ങനെ കൺവേ ചെയ്യുന്ന കിട്ടി. അങ്ങനെ കൺവേ ചെയ്യുന്ന കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, നമുക്കെന്താണ് വൈ ഐ അതിലുണ്ട് എന്നും കിട്ടി. അങ്ങനെയാണ് എങ്കിൽ ഇനി ഞാൻ ഒരു ഐഡിയ ചെയ്യാൻ പോവുകയാണ്. ഫോർ എനി എലമെൻറ്റ് വൈ ബിലോങ്സ് ടു എ ഓഫ് ഡി എക്സിലുള്ള ഒരു വൈ എടുത്തു. സച്ച് ദാറ്റ് അതിൻ്റെ പ്രത്യേകത പറയാണ്. അങ്ങനെയാണ് എങ്കിൽ ദർ ഈസ് ഓക്കെ എന്തെന്നുള്ള വഴിയാണ് ദർ ഈസ് എക്സ് ബിലോങ്സ് ടു ഡി ഓഫ് എക്സ് സച്ച് ദാറ്റ് എന്തെന്നായിരിക്കും വൈ ഈക്വൽ ടു എ ഓഫ് എക്സ് എന്ന് പറയുന്ന മോഡലുള്ള വൈനെ ഞാൻ ചൂസ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ പക്ഷേ നമ്മളുടെ ഇവിടെ കുഞ്ഞാപ്പ് പ്രത്യേകം പറയുന്നുണ്ട് എന്ത് ഇവിടെ, പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ബട്ട്
yi എവിടെയുള്ള കുഞ്ഞാപ്പാണ്? എവിടെയുള്ള ε/2 നെറ്റാണ് എവിടുത്തെ ε/, നെറ്റാണ്? ബിലോങ്സ് ടു എന്നിലെ നെറ്റാണ് അല്ലേ? അതുകൊണ്ട് ബിലോങ്സ് ടു എവിടെ n ഓഫ് dx അല്ലേ? ഇതിലെ കുഞ്ഞാപ്പ് കാണും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ടേക്ക് എ സബ്സീക്വൻസ് yi0 സബ്സീക്വൻസ് എടുക്കുക ഫ്രം ദി നെറ്റ് അല്ലേ? ഫ്രം ദി നെറ്റ് ε/2 നെറ്റ് അങ്ങനെ തന്നെ ഇത് സച്ച് ദാറ്റ് ആ നെറ്റ് എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇങ്ങനത്തെ നെറ്റാണ് എടുക്കേണ്ടി. yi0 കോച്ചി സബ്സീക്വൻസ് ആയിരിക്കണം അല്ലേ? n ഓഫ് x is less than ε/2. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണെന്നുള്ളതാണ്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? ഈ സബ്സീക്വൻസ് കൺവേ ചെയ്യുന്നതെന്നാണ് പറയേണ്ടത്. ദാറ്റ് ഈസ് നൗ വി ഹാവ് ചെറുതാക്കി എഴുതുമ്പോൾ അല്ലെ കുറച്ചുകൂടി വൃത്തി. ഹാവ് നോം ഓഫ് yi0 മൈനസ് y വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് ആദ്യം വരിക കുഞ്ഞാപ്പോ? yi0 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ n ഓഫ് എക്സ് അല്ലേ? yi0 n ഓഫ് എക്സ്, പിന്നെ അടുത്തത് മൈനസ് അടുത്ത കുഞ്ഞാപ്പ് ഏതാണ് വരുന്നത്? a ഓഫ് എക്സ് അല്ലേ? അല്ലെങ്കിൽ yi0 മാറ്റണ്ട, കാരണം yi0 n ഓഫ് എക്സ് അല്ല. നമ്മൾ ഇവിടെ എടുത്ത കൺവേർജൻസി ചെറിയ രീതിയിലുള്ള കൺസെപ്റ്റ്സ് സബ്സീക്വൻസ് കോച്ചി സബ്സീക്വൻസ് ആണ്. yi0 മൈനസ് അടുത്ത കുഞ്ഞാപ്പ് ഏതാണ്? y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a ഓഫ് എക്സ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു അടുത്ത കുഞ്ഞാപ്പ് yi0 ഇനിയിവിടെ ഞാനൊരു തരികിട അപ്ലൈ ചെയ്യാണ്. n ഓഫ് എക്സ് ഇവിടെ കൊടുത്തു, ഓഫ് എക്സ് പ്ലസ് മൈനസ് ആണ് ഇവിടെ തന്നെ. അപ്പോൾ പ്ലസ് n ഓഫ് എക്സ്, അപ്പോൾ അത് ക്യാൻസലായിപ്പോവും. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? a ഓഫ് എക്സ് മൈനസ് a ഓഫ് എക്സ്. ഇനി ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുക. വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് yi0 മൈനസ് n ഓഫ് എക്സ് പ്ലസ് നോം ഓഫ് n ഓഫ് എക്സ് മൈനസ് a ഓഫ് എക്സ്. ഓക്കെ, അപ്പം വിച്ച് ഈസ് ലെസ് ദാൻ എന്താണ് ഈ കുഞ്ഞാപ്പ് എന്താണ്? ε/2 പ്ലസ് അടുത്ത കുഞ്ഞാപ്പ് എന്താണ്? ലെസ് ദാൻ ε/2 വിച്ച് ഈസ് ഈക്വൽ ടു ഫോർ ഓൾ അല്ലേ? ഫോർ ഓൾ i ഗ്രേറ്റർ ദാൻ സം നാച്ചുറൽ നമ്പർ n. ഓക്കെ അല്ലേ? നമുക്ക് പ്രൂഫ് ആയിക്കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പ്രൂഫ്. അതപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഏതൊരു സീക്വൻസ് കൺവേ ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? എ എന്ന് പറയുന്നത് അതായത് a ഓഫ് dnx പ്രീ കോമ്പാക്റ്റ് ആണ്. അതായത് ഫോർ a ഓഫ് d ഓഫ് എക്സ് ഈസ് പ്രീ കോമ്പാക്റ്റ് അല്ലേ? പ്രീ കോമ്പാക്റ്റ്. ഹെൻസ് ദി പ്രൂഫ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ തിയറത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.